ഈശും ശരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് സങ്കീർത്തനത്തില് 127 സങ്കീർത്തനത്തിലെ 1 തിരുവചനം വായിക്കാം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. പ്രൈസ് ദി ലോർഡ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ഗ്രന്ഥത്തിലൊരു പ്രഭുവിൻ്റെ കഥയുണ്ട്. അതിങ്ങനെയാണ്. അദ്ദേഹം ഒരു നീണ്ട യാത്രയ്ക്ക് ഒരുങ്ങി. യാത്രയ്ക്കിടയിൽ ഉണ്ടായേക്കാവുന്ന അപകടത്തെക്കുറിച്ച് അയാൾക്കൊരു ചിന്തയുണ്ടായി. നേരിടേണ്ട വഴികളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ഒടുവിൽ ഒരു അപകടം പറ്റാത്ത സുരക്ഷിതനായി യാത്ര ചെയ്യാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും അയാൾ ഒരുക്കിയെടുത്തു. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ കുതിരയെ സിംഹമെന്ന് ആക്രമിക്കാതിരിക്കാനായി അദ്ദേഹം അതിനെ മുഴുവൻ ഇരുമ്പ് കവചം കൊണ്ട് മൂടി. നദികളും തോടുകളും കടക്കുമ്പോൾ മുതല വന്ന് കുതിരയുടെ കാലിൽ പിടിക്കാതിരിക്കാൻ അതിൻ്റെ കാലിൽ മുഴുവൻ മൂർച്ചയുള്ള കത്തികൾ ഘടിപ്പിച്ചു. പക്ഷേ ഇവയെല്ലാം ഭാരവും വീർപ്പുമുട്ടലും മൂലം യാത്ര തുടങ്ങുന്നതിന് മുമ്പേ കുതിര ചത്തു വീണു. പ്രിയമുള്ളവരെ, ഈ പ്രഭുവിനെ പോലെയാണ് നമ്മളിൽ പലരും ജീവിതത്തിലെപ്പോഴും അപകടങ്ങൾക്കും പരാജയങ്ങൾക്കും വഴിത്തെറ്റുകൾക്കും സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് ജീവിക്കുന്നത്. എന്നാൽ അവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക അസാധ്യമാണ്. സകല മേഖലകളിലും പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നവന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. അത് സത്യമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷെ വിശ്വാസവും പ്രത്യാശയും ഇല്ലാതെ ആർക്കും അപകടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ യാത്ര തിരിക്കാനും പറ്റത്തില്ല. കർത്താവിൻ്റെ സ്നേഹത്തിലും പരിപാലനയിലുമുള്ള ശരണത്തിലൂടെ മാത്രമേ ഈ പ്രത്യാശയും ബലവും സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിപാലനയിലും സംരക്ഷണയിലും വിശ്വാസവും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ മുൻകരുതലുകൾ അതിർവരമ്പുകൾ വിട്ടുപോയേക്കാം. അത് ജീവിതത്തെയും സംരംഭങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ പ്ലാനിങ്ങുകളെയും എല്ലാം തന്നെ നിലം പതിപ്പിക്കുന്നു. ഇതിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ണോടിച്ചാലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മക്കൾ വഴിതെറ്റി പോകാതിരിക്കാനായി അവരുടെ സ്വാതന്ത്ര്യവും സ്വാഭാവികമായ ബന്ധങ്ങളെയും സന്തോഷങ്ങളെയും നിഷേധിച്ചുകൊണ്ട് അവർക്ക് കൂച്ചുവിലങ്ങെടുക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. സംശയം മൂലം ജീവിത പങ്കാളിയെ ചങ്ങലക്കിടുന്ന ദമ്പതികളെ നമുക്ക് കാണാൻ സാധിക്കും. അപാധകൾ ഒഴിവാക്കുവാനുള്ള സതുദ്ദേശത്തോടെ വിവേകരഹിതമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും സൃഷ്ടിക്കുന്ന അധികാരികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം ചില ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ഇവയെല്ലാം ചില ദൃഷ്ടാന്തങ്ങളാണെങ്കിൽ തന്നെയും മാനുഷികമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും നമ്മയും മറ്റുള്ളവരെയും സംരക്ഷിക്കാനുള്ള കഴിവില്ല. ദാവീദ് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ എഴുതി വെച്ചത്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവർ വഴിതെറ്റാതിരിക്കുവാനായി സംരക്ഷിക്കപ്പെടാൻ നാം ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അവർക്കായി പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രാർത്ഥനയിലൂടെ ദൈവിക സംരക്ഷണത്തിൻ്റെ കവചം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ കഴിയും. ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഭയമാണല്ലോ അമിതമായ നിയന്ത്രണങ്ങളുടെയും ഒരുക്കങ്ങളുടെയും പിന്നിലുള്ള ഒരു പ്രേരക ശക്തി. ഭയമില്ലെങ്കിൽ നമ്മൾ ഒന്നും തന്നെ ചിന്തിക്കുകയില്ല. ആ ഒരു ഭയം, നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ഭയം, നാളെ നടക്കാൻ പോകുന്ന മറ്റുള്ള കാര്യങ്ങളുടെ ഭയം, മത്സരങ്ങളുടെ ഭയം, എന്താ പറയുക, ലേലവിളിയുടെ ഭയം, അങ്ങനെ പല പല ഭയങ്ങൾ മനുഷ്യനെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും. അമിതമായ നിയന്ത്രണങ്ങളോടും ഒരുക്കങ്ങളുടെയും പിന്നിലുള്ളതെല്ലാം ഈ ഭയം തന്നെയാണ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കൂടുതലായി പ്രാർത്ഥിക്കാം. ശക്തിയും സംരക്ഷണം നേടാനുള്ള വഴി അത് മാത്രമാണ്. നമ്മളതിനെ വിട്ടുകൊടുക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക, ആ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അമിതമായ ജാഗ്രത,
പിരിമുറുക്കങ്ങളും ഭയവും സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കീഴിലുള്ളവരെ അമിതമായി നിയന്ത്രിക്കുന്നതിന് പിന്നിലും ഭയത്തിന്റെ വേരുകളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, അങ്ങയുടെ പരിപാലനത്തിലും സംരക്ഷണത്തിലും എല്ലാം സമർപ്പിക്കാൻ ആവശ്യമായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അനാവശ്യമായ ഉത്കണ്ഠകളും ആകുലതകളും വഴി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ട തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.